ഹായ് ഗായ്സ്, എവിടെയെന്നല്ലേ? ഇപ്പം സമയം 12:44 ഉച്ചക്കാണ്ട കോട്ടയത്താണ്. ഇവിടെ എങ്ങനെ എത്തിയെന്നല്ലേ നിങ്ങൾ വീഡിയോ കണ്ടോ ഗായ്സ്. ഇപ്പോൾ സമയം 6:28. ഇന്ന് നമ്മുടെ യാത്ര പെരുമ്പാവൂരിലേക്ക് കണ്ട 6:28 6:30 വരാനാണ്ട പറഞ്ഞത്. ജസ്റ്റ് അപ്പുറത്ത് തന്നെയാണ്. വണ്ടി കഴുകി കുട്ടപ്പനാക്കിയിട്ടേക്കണ സെറ്റാക്കിയിട്ടേക്കണേ. മച്ചന്മാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ. പിടിച്ചിട്ടാണ് പുള്ളി നോക്കണില്ല. എന്നെ ഇവിടെ കുറച്ച് കയറിയായിരുന്നു ഇങ്ങോട്ട്. എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ഓടിക്കല്. അത് ഞാൻ ചവിട്ടിക്കളഞ്ഞു. രാവിലെ ഇതുകൊണ്ട് സീനായിരിക്കും. ആരും പരസ്പരം നോക്കിയൊന്നുമില്ല. ഇടിച്ചിട്ട് തന്നെ നമ്മ മാക്സിമം എല്ലാത്തിനും ഒഴിഞ്ഞ് മാറി നടക്കാം. പിന്നെ അത് ഇതേപോലെ മറ്റേ പട്ടിക്കുട്ടന്മാരുണ്ടാവും രാവിലെ. വണ്ടി അടിച്ച് വണ്ടി ഇല്ലല്ലാന്ന് വിചാരിച്ച് ബൈക്കിൽ പോണവരൊക്കെ ഒത്തിപ്പോവുകയും ചെയ്യും. പട്ടി വട്ടം ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലും കൈ ഒടിഞ്ഞ് ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. 39 പുള്ളി ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഒരു 15 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ലട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, അതുകൊണ്ട് പറയുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണാണ്. പെരുമ്പാവൂർ സൈഡിലേക്കാണ് പോകേണ്ടത്. ഫ്രണ്ട്സ് അവർ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ള് CNG അടിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം സെറ്റാണ്. 3 കട്ട പെട്രോളുണ്ട് കേട്ടോ. തോട്ടുവ കൂട്ടപ്പടി അല്ലേ? കൂവപ്പടിയാ. ഓക്കെ. ഷൈബ് എണീറ്റിട്ടില്ല. കറക്റ്റ് ആ സമയം നോക്കി എണീക്കണം. രാവിലെ എണീക്കാൻ വേണ്ടി ഇങ്ങനെ മടിഞ്ഞിരിക്കണായിരുന്നു. അപ്പോഴാ ബോസറിന്റെ വിളി. ഞാൻ എണീറ്റ് കറക്റ്റ് സമയത്ത് എണീറ്റിക്കണായിരുന്നു. രണ്ട് പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ എടുത്തില്ലപ്പാ. ഞാൻ വിചാരിച്ച അത് മിസ് കോൾ ആയി പോയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതെനിക്ക് കേട്ടില്ല. ഞാൻ കേട്ടിരുന്നെങ്കിൽ എടുത്താനത്. അപ്പന 5 മണിക്ക് എണീക്കും. ഇതാ ആലുവഴി തന്നെ കാണിക്കണേട്ടാ. ശരിയാ. മറ്റേത് 4 മിനിറ്റ് ദൂരം കാണിക്കണം. രാവിലെ സിഗ്നൽ ഉണ്ടാവൂല, അതാണ് മെയിനായിട്ടുള്ളത്. 10 മണിക്ക് ശേഷം അതിൽ പോണത് ഭയങ്കര വയ്യ പോകണം. ഒരു മണിക്കൂർ 5 മിനിറ്റ് 49 കിലോമീറ്റർ. 8 മണിക്ക് എത്തും. 8:01 കാണിക്കണം. അത് ഇടക്കിടക്ക് മാറും സമയം.
ബ്ലോക്ക് അനുസരിച്ച് കാണിക്കണം. ഇപ്പോൾ സമയം 8:41 കേട്ടോ. തോട്ടുവ അമ്പലത്തിലാണ് നിൽക്കുന്നത്. മാറാരോഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണ ഒരു അമ്പലമുണ്ടാ. ഞാനും കയറി പ്രാർത്ഥിച്ചായിരുന്നിട്ടാ, ഇങ്ങനെ മാറാരോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു മാറാരോഗത്തിന് അടിമയാണ്. സോ ഞാനും കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാവട്ടെ. അവിടെ ഒരു അമ്മച്ചി കണ്ട, നല്ല പ്രായമുണ്ട്, ഒരു 10-80 വയസ്സുണ്ടാവും കേട്ടോ. ചട്ടയും മുണ്ടൊക്കെ ഇട്ട് അമ്പലം അടിച്ചു വരണേ വൈബ്. മാക്സിമം നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്നറിയോ? 57 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. സോ അങ്ങോട്ടും 57 കിലോമീറ്റർ തന്നെ ദൂരമുണ്ട് കേട്ടോ. ചെറിയൊരു ഓട്ടം നമുക്ക് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് ഫുഡൊക്കെ അടിച്ച് സെറ്റായതിന് ശേഷം നമ്മൾ ഊബർ ഓടാൻ വേണ്ടി ഇറങ്ങോട്ടാ. ഗൈസ്, മഴ പെയ്തിട്ടാ. അവർ അമ്പലത്തിൽ ഫസ്റ്റ് ടൈമാണ് വന്നതേ. പ്രാർത്ഥിച്ച് നേർച്ചെല്ലാം വഴിപാടെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ തോട്ടുവാ തോട് നാഗേക്ഷി നാഗരാജാവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങോട്ട് പോയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടല്ലേ, അന്ന് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ പോയിട്ടാ. ഞാൻ വണ്ടിയും കൂടെ നീക്കിയിട്ട് കൊടുത്തു ഗൈസ്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് കയറിയാൽ മതിയല്ലോ. ഗൈസ് പെട്ടെന്ന് തിരുവാങ്കുളത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന്. സോ നമ്മ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തിരുവാങ്കുളത്തേക്ക് ഇട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയേക്കണേട്ടാ. അവർ കയറി, ഞാൻ വണ്ടി ഒതുക്കാൻ വേണ്ടി നിൽക്കണേ, ഫുഡ് അടിക്കട്ടേട്ടാ. പിന്നെ ഇവിടെ നിന്ന് കോട്ടയം പോകണമെന്നും പറയണ്ടേട്ടാ. രാവിലെ വാർത്ത കേട്ടായിരുന്നു? ഇല്ല, ഞാനും കേട്ടില്ല. രാവിലെ ഇതിൽ വെക്കണം. ഇല്ല, യൂട്യൂബിൽ ലൈവ് ഒക്കെ. റേഡിയോയിൽ എത്ര മണിക്കാണ്? 6:50 കഴിഞ്ഞു. റേഡിയോയിൽ 6:50 പ്രാദേശിക വാർത്ത എന്ന് പറഞ്ഞിട്ട് റേഡിയോ. ഞാനൊരു ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ, കാണിച്ചുതരാം. കാരിറ്റാസ് ഹോസ്പിറ്റൽ. ഞാനിപ്പോൾ പാർക്കിങ്ങിലേക്ക് പോകണേണ്. അവരെ ഞാൻ ഡ്രോപ്പ് അടിച്ചിട്ട് അവിടെ. ഗൈസ്, അങ്ങനെ ഞാൻ കോട്ടയത്തെത്തി. ഇപ്പം സമയം 12:30 മണിയായിട്ട്. 6 മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പോഴാണ് അവസാനിച്ചത്. അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ തിരുവാങ്കുളത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാ നമ്മുടെ ബോസേട്ടൻ. അവിടെ എത്താറായപ്പോൾ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടം വരെ പോയാലോ എന്ന് ചോദിച്ചു. ഫെബിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ പരിപാടി, എങ്ങോട്ട് വേണമെങ്കിലും ഐ ആം റെഡി. ഇതാണല്ലോ നമ്മുടെ പോളിസി. സോ നേരെ ഇവിടെ എത്തി. ഞാൻ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. അവരെന്തായാലും വരാൻ 2-2.5 മണിക്കൂർ പിടിക്കും. 137 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. 136.5 സെറ്റ്. അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഇല്ല. ഇപ്പോൾ പള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ കുറേ ടാക്സി ചേട്ടന്മാർ കിടക്കുന്നുണ്ട്. അവിടെ വന്ന് കിടക്കണേണ്ട. പോസ്റ്റ് ഉണ്ട് കേസ്. പോസ്റ്റ് അടിച്ച് കിടക്കുക. കുറച്ച് നേരം കിടന്നുറങ്ങി. ഇപ്പോൾ അത് എണീറ്റ്. പക്ഷേ അധികം നേരമൊന്നും ഉറങ്ങില്ല കേട്ടോ. 10 മിനിറ്റേ കിടന്നുള്ളൂ. പക്ഷേ ഈ ഡോറ് തുറന്നിട്ട് കിടക്കണോണ്ട് അധികം ഉറങ്ങാനും പറ്റില്ല. ചേട്ടന്മാരുടെ ലോട്ടറി ആണോ? എത്ര ലാഭാണോ? ഓക്കെ. ഒരെണ്ണം എടുത്ത് കൈസ് അടിക്കണമെങ്കിൽ കിട്ടും. എന്തായാലും കോട്ടയത്ത് നിന്ന് ഒരെണ്ണം എടുത്തേക്കാം.
ഗൈസ് ഇപ്പോൾ സമയം 2:48 ഞാൻ അവിടെ തന്നെ നിൽക്കണമായിരുന്നു. ഇപ്പോൾ അവരെന്നെ വിളിച്ചിട്ടാ. അപ്പോൾ ഞാൻ എന്നെ അവരെ പിക്ക് ചെയ്ത് പള്ളുരുത്തിലെത്തിയിട്ട് കാണാം കേട്ടോ. 136 കിലോമീറ്റർ ആണ്ടോ നമ്മൾ ഇവിടം വരെ ഇങ്ങോട്ട് ഓടിയേക്കണത്. ഇനി അങ്ങോട്ട് എത്രയെന്ന് നോക്കിയിട്ട് നമുക്ക് എമൗണ്ട് മേടിക്കാം. ഗൈസ് ഇവിടെ നിന്ന് CNG അടിച്ചിട്ടാ ഏറ്റുമാനൂർ സ്കൂളല്ലേ, ടീച്ചറെ പഠിപ്പിച്ച സ്കൂളാണ്. അടിപൊളി. സ്കൂളിന്റെ പേരെന്താണ്? ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് 10 വർഷം കഴിഞ്ഞു. ഗൈസ് അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി നമുക്ക് കയറിയിട്ടാ. ഏലൂരിന്റെ ഭാഗത്ത് പുക ഉണ്ടായിരുന്നല്ലേ? അയ്യങ്കുഴി. എന്താണ് കാലാവസ്ഥയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയല്ലേ? പുകയാണ്. റോഡ് ഉപരോധിക്കും രാത്രിയിൽ ആള്. ഇതെനിക്ക് പുക തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവരെ ഡ്രോപ്പ് അടിച്ചിട്ടാ സെറ്റായി. ചെറിയ മഴ പൊടിയുന്നുണ്ട്. ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് കപ്പയൊക്കെ മേടിച്ചിട്ടാ. കപ്പയും കുറച്ച് പഴമൊക്കെ മേടിച്ച് തിന്നുണ്ടൊക്കെ വന്നു. അടിപൊളി. ഗൈസ് അപ്പൊ സമയം 6:35 മാക്സിമം പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് കമന്റ് അടിക്കട്ടാ. നിങ്ങൾ ഉത്തരം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ കേട്ടോ. അപ്പൊ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.